ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറിയതാട്ടോ. നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ തിരുമ്പലും കുളിയും കഴിഞ്ഞിട്ടാട്ടോ അകത്തേക്ക് കയറിയിട്ടുള്ളത്. തിരുമ്പാൻ കുറച്ചുണ്ടായിരുന്നു, കിണറ്റിലൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കല്ലിൽ തിരുമ്പാനുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുള്ള് തിരുമ്പി കുളിച്ചിട്ടാട്ടോ അകത്തേക്ക് കയറിയത്. ഇന്നലെ വൈകുന്നേരം അടുക്കള ഡ്യൂട്ടി ഏട്ടനെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അത് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അരയ്ക്കാനുള്ളത്. കറി ഉണ്ടാക്കാനുള്ള കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ അരയ്ക്കാനും വേണ്ടിയുള്ള ചോറ് കൂട്ടാൻ വേണ്ടി ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച്. ഒക്കെ നല്ല അടിപൊളിയായി കഴുകി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുപ്പാട്ടോ കത്തിക്കുന്നത് രാവിലെ തന്നെ. എന്നും അധികം രാവിലെ അടുപ്പ് കത്തിക്കട്ടോ. ചില കള്ളത്തിലുള്ള ദിവസം മാത്രമേ ഞാൻ ഗ്യാസുമ്മ ഫുള്ളാക്കുള്ളേ. അല്ലെങ്കിൽ ഞാൻ അധികം രണ്ടടുപ്പ് കത്തിക്കും, അല്ലെങ്കിൽ ഒരടുപ്പ് കത്തിക്കും. അപ്പോൾ ഒന്ന് കുറച്ച് നേരം വൈകിയോണ്ട് രണ്ടടുപ്പും വേഗം കത്തിക്കുക കേട്ടോ. പിന്നെ ഏട്ടൻ എന്താ ചീബോതിക്ക് വെക്കാനുള്ള പലകയൊക്കെ കേട്ടോ കഴുകണത്. പപ്പയും കുട്ടിയാട്ടോ വന്ന് വിളക്കത്തിക്കലൊക്കെ. രാവിലത്തെ വിളക്കത്തിച്ചു, പിന്നെ ശീബോധിക്ക് വെച്ചു. രണ്ടാളും കൂടെ ആട്ടോ ശീബോധിക്ക് വെക്കുന്നത്. ഞാൻ തുടങ്ങി വെച്ചുകൊണ്ട് അവർക്കത് മുഴുമിപ്പിക്കിട്ടോ. ഇനിയിപ്പോൾ മുഴുവനായിട്ട് 12 ദിവസം ഞാൻ വെക്കലുള്ളൂ. അപ്പോൾ തുടങ്ങി വെച്ചതല്ലേ എന്നുള്ളതിൽ രണ്ടാളും കൂടെ നല്ല വൃത്തിക്കത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ രണ്ടടുപ്പും കത്തിക്കുകയാണേ. ഇതിൻ്റെ ചുവട്ടിൽ തന്നെയാണ് വിറകൊക്കെ വെക്കൽ. അപ്പോൾ നല്ല ചൂടുണ്ട് എപ്പോഴും. ഇങ്ങനെ അടുപ്പ് കത്തിക്കുമ്പോൾ വിറകൊക്കെ നല്ല ചൂടായി നിൽക്കും. കത്തിക്കാനും കത്തി പിടിക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട് കേട്ടോ. മഴ എണീച്ചിട്ട് അടുപ്പ് കത്തിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ വിറകൊക്കെ നല്ല ചൂടായി നിൽക്കണോണ്ട്. ഒരടുപ്പത്ത് ചോറാട്ടോ. ചോറിൻ്റെ വെള്ളമാണ് അടുപ്പത്തുള്ളത്. പിന്നെ ഏടടുപ്പത്തുള്ളത് ചൂടുവെള്ളമാണ്. മറ്റേത് കടലക്കറിക്കുള്ളതാട്ടോ. അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞ് പിന്നെ ഇവരെ രണ്ടാളെ വിളിക്കണം കേട്ടോ. ഇവർ രണ്ടാളും നല്ല ഉറക്കമാണ്, എണീറ്റിട്ടില്ല. അപ്പോൾ പിന്നെ ഇവരെ വിളിക്കലാണ് അടുത്ത പരിപാടിയെ. അവരൊക്കെ പിന്നെ ഒക്കെ സെറ്റാക്കി കൊടുത്ത് പിന്നെ ഞാൻ അരി അരക്കാട്ടാ. ഓട്ടാട ആട്ടോ ചുടുന്നത്. മലപ്പുറത്തുകാരുടെ ഒരു വിഭവമാട്ടോ ഓട്ടാട. നല്ല എളുപ്പമാണ് ചുട്ടെടുക്കാനും അരയ്ക്കാനും ഒക്കെ. ഒരു പ്രയാസമൊന്നുമില്ല, നല്ല എളുപ്പമുള്ളൊരു പണിയാട്ടോ. കുറച്ച് വെള്ളം കുറച്ചിട്ട് ചോറ് ചേർത്താണ് കേട്ടോ ഞാൻ അരക്കൽ കഴിഞ്ഞ് പിന്നെ കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കടലക്കറിക്കുള്ള. തക്കാളി, ഉള്ളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്. പിന്നെ അതിലേക്ക് പൊടികൾ വേഗം ചേർത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെ ഈ പട്ട, കുറച്ച് 2 ഗ്രാമ്പൂ ഇതൊക്കെ ചേർത്തു. ഓട്ടട അരച്ചപ്പോൾ ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തത് കടിക്കാനാട്ടോ ഇങ്ങനെ രസമാണ്. പിന്നെ തേങ്ങ ചേർക്കുമ്പോൾ അപ്പോഴേക്ക് നല്ലോണം വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ കടല 4 വിസിലൊക്കെ വന്ന് നല്ല സെറ്റായിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് പാർന്നു കേട്ടോ. തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും ചേർത്താണ്ട് അരപ്പ് പാർന്നു കേട്ടോ. പിന്നെ അത് ഓട്ടാട ചുട്ടെടുക്കാനായി. ഇനി പിന്നെ താമസമൊന്നുമില്ല കേട്ടോ. വേഗം വേഗം ആക്കണം. പിന്നെ മക്കളൊക്കെ എണീച്ചു ഓരോ കുളിയും കഴിഞ്ഞ് വരുമ്പോഴേക്കുള്ള പരിപാടികളൊക്കെ വേഗം വേഗം ആക്കുക കേട്ടോ. ഓട്ടട അങ്ങനെ പാർന്ന് വയ്ക്കാൻ നല്ല എളുപ്പമാണ്. കുറച്ച് സമയം ഒരു വേവുണ്ട്. അപ്പോൾ അടച്ച് വെച്ചത് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട കിട്ടും കേട്ടോ. അത് നല്ല സോഫ്റ്റായി എടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ അപ്പുറ ഭാഗം കരിയെ ഒന്നും ചെയ്യൂല, നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഓട്ടട ഒന്ന് പാർന്ന് വയ്ക്കും. പിന്നെ കറിക്കുള്ള കഷ്ണങ്ങൾ നുറുക്കും, ഉപ്പേരിക്കുള്ള കഷ്ണം നുറുക്കും. മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഉരുളക്കിഴങ്ങ് പൊരിക്കാനുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേഗം ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കടലക്കറി വേഗം വറവിട്ടേ. വറവ് ഇതാ കുറച്ച് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. വീഡിയോ എടുക്കലും പണികളും ഒക്കെ കൂടെ ചടപടെ ആയതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി വന്നിരുന്നു. ഓട്ടാടയും കടലക്കറിയും കട്ടൻ ചായ കേട്ടോ. ഓട്ടാട കടലക്കറി നല്ല കോമ്പിനേഷനാണ്. ഓട്ടാടയ്ക്ക് ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ലാത്തൊരു അപ്പാട്ടോ അത്. ഇനി അതൊക്കെ കഥ പറച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വീഡിയോ എടുത്ത് വേഗം ഭക്ഷണം കഴിച്ച് എണീക്കണം. മക്കൾക്ക് പോകാനുള്ള ഇനി ഒക്കെ സെറ്റാക്കണ്ടേ. 3 ആൾക്കാരും പറഞ്ഞയക്കാനുള്ളതാണ്. അപ്പോൾ അവർക്കുള്ളതൊക്കെ ഒരുക്കി കൊടുക്കണം. ചായക്കുടി നിലത്തിരുന്നിട്ട് തന്നെയാണ് കേട്ടോ. മക്കളെ ഒരുക്കണതും പറഞ്ഞയക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. 3 ആൾക്കും ചെയ്യുമ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലേ. പിന്നെ മക്കളെ യാത്ര ആക്കണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ആക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.